എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304 92 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. ജോലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും തൊഴിൽ ലഭിക്കാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി മലപ്പുറം പടപ്പറമ്പിലേക്കാണ്. പടപ്പറമ്പിലേക്ക് ഓഫീസ് സ്റ്റാഫ്, ഡെലിവറി ഹെൽപ്പർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. 2 വേക്കൻസികളിലേക്കും 30 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ഓഫീസ് സ്റ്റാഫായിട്ട് 12,000 രൂപയായിരിക്കും സാലറി ഉണ്ടാവുക. ഡെലിവറി ഹെൽപ്പർ പോസ്റ്റിലേക്ക് 14,000 രൂപ മുതൽ 23,000 രൂപ വരെ സാലറി ഉണ്ടായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ 2 വേക്കൻസികളിലേക്കും പരിഗണിക്കുകയുള്ളൂ. ഡെലിവറി ഹെൽപ്പർ പോസ്റ്റിലേക്ക് 2 വീലറും ലൈസൻസും ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് തിരൂരിലേക്കാണ്. തിരൂരിലേക്ക് സെയിൽസ് സ്റ്റാഫ്, ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ് സ്റ്റാഫ് വേക്കൻസി ഉണ്ട്. യുവാക്കൾക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. 10,000 രൂപ മുതൽ 15,000 രൂപ വരെയായിരിക്കും സാലറി. തിരൂർ ടൗണിൽ നിന്നും 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തേക്കാണ്. അക്കൗണ്ടന്റ് ആയിട്ടൊരു വേക്കൻസി ഉണ്ട്. BCom അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ടാലി ആൻഡ് എക്സൽ സർട്ടിഫിക്കറ്റ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. 12,000 രൂപ മുതൽ 15,000 രൂപ വരെയായിരിക്കും സാലറി. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് തിരൂരിലേക്ക് തന്നെയാണ്. തിരൂരിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ടും ടെലികോളറായിട്ടും വേക്കൻസി ഉണ്ട്. അക്കൗണ്ടന്റ് ആയിട്ട് 30 വയസ്സിന് താഴെ പ്രായമുള്ള യുവാവിനെയാണ് ആവശ്യം. എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ടെലികോളറായിട്ട് ഫീമെയിൽ വേക്കൻസിയാണ്. 30 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു ഫീമെയിലിനെയാണ് വേണ്ടത്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ 2 വേക്കൻസികളിലേക്കും പരിഗണിക്കുകയുള്ളൂ. സാലറി കൂടാതെയുള്ള സാലറിയും മറ്റു ഡീറ്റെയിൽസും ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി തിരൂരിലേക്ക് തന്നെയാണ്. തിരൂരിലേക്ക് ഡ്രൈവറായിട്ടും പാക്കിംഗ് സ്റ്റാഫായിട്ടും വേക്കൻസി ഉണ്ട്. 2 വേക്കൻസികളിലേക്കും 40 വയസ്സിന് താഴെ പ്രായമുള്ള പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 15,000 രൂപയായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക. പാക്കിംഗ് സ്റ്റാഫായിട്ട് യുവാവിനെ തന്നെയാണ് വേണ്ടത്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. 10,000 രൂപ മുതൽ 12,000 രൂപ വരെയായിരിക്കും സാലറി. തിരൂരിൽ നിന്നും ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിലേക്കാണ്. അക്കൗണ്ടന്റ് ആയിട്ട് യുവാക്കളെ ആവശ്യമുണ്ട്. ടാലി പ്രൈമിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. 15,000 രൂപ വരെയായിരിക്കും സാലറി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. മലപ്പുറം പടപ്പറമ്പിലേക്ക് ഹോസ്പിറ്റൽ ക്ലിനിക് മാനേജറായിട്ട് MBA ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ MBA ഉള്ള യുവാവിനെ ആവശ്യമുണ്ട്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. സാലറിയും മറ്റ് ഡീറ്റെയിൽസും ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ്. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിലേക്ക് ബേക്കറി പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് ലേഡി സ്റ്റാഫിനെ ആവശ്യമുണ്ട്. പാക്കിംഗ് സ്റ്റാഫായിട്ടാണ് ഈ ഒരു ബേക്കറി പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് വേക്കൻസി ഉള്ളത്. ഫീമെയിൽ വേക്കൻസിയാണ്. പാക്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. കൂടാതെ SSLC ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. സാലറി വരുന്നത് 10,000 രൂപയായിരിക്കും. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5:30 വരെ ആയിരിക്കും. അപ്പോൾ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഏത് ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമാണ്. കോഴിക്കോട് ടൗണിലേക്കും കൊച്ചി ടൗണിലേക്കുമൊക്കെ ആയിട്ട് റിസർവേഷൻ ആൻഡ് ടിക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ.
നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി മക്കരപ്പറമ്പിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ടൊരു വേക്കൻസി ഉണ്ട്. പുരുഷനെയാണ് ആവശ്യം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. +2 ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും എക്സൽ നോളജും ഉള്ളവരുമായിരിക്കണം. 12,000 രൂപ മുതൽ 15,000 രൂപ വരെയായിരിക്കും സാലറി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ്. കോഴിക്കോട് ടൗൺ മാവൂർ റോഡിലേക്ക് ഡ്രൈവർ, വാലറ്റ് പാർക്കിംഗ് ഡ്രൈവർ ആയിട്ട് വേക്കൻസി ഉണ്ട്. 5 പേരെയാണ് ആവശ്യമുള്ളത്. 4 വീലർ 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. സാലറി ആയിട്ട് വരുന്നത് 20,000 രൂപയായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അതായത് കോഴിക്കോട് ടൗണിൽ നിന്നും ഒരു 15 അല്ലെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് എറണാകുളം ജില്ലയിലേക്കാണ്. എറണാകുളം പെരുമ്പാവൂരിലേക്ക് ഇന്റീരിയർ ഡിസൈനർ ആയിട്ട് യുവാക്കളെ ആവശ്യമുണ്ട്. ഓട്ടോകാഡ് 3Dയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. മികച്ച സാലറി ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ ആയിട്ട് 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. സാലറി വരുന്നത് 15,000 രൂപയായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി വരുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിലേക്ക് സെയിൽസ് കം ക്യാഷ്യർ ആയിട്ട് ഒരാളെ ആവശ്യമുണ്ട്. നമുക്ക് 7ഓളം പേരെ ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിൽ 6 പേര് സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഒരു വേക്കൻസി ഉണ്ട്. ഫ്രഷർ ആയാലും എക്സ്പീരിയൻസ് ഉള്ള ആളായാലും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. 15,000 രൂപയായിരിക്കും സാലറി. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ടൗണിലേക്കാണ്. പ്രിന്റിംഗ് ഹെൽപ്പർ ആയിട്ടൊരു വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. 9,000 രൂപയായിരിക്കും ഫ്രഷറിന് സാലറി ഉണ്ടാവുക. എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304 92 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി പെരിന്തൽമണ്ണ, മഞ്ചേരി, അരീക്കോട്, പാണ്ടിക്കാട്, മലപ്പുറം ടൗൺ, വേങ്ങര, തിരൂർ, താനൂർ ഭാഗങ്ങളിലേക്കാണ്. ഡെലിവറി സ്റ്റാഫായിട്ട് 2 വീലർ 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. സാലറി വരുന്നത് 20,000 രൂപ വരെയായിരിക്കും. 2 വീലറും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലെ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, ക്യാഷ്യർ, ബില്ലിംഗ് സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ്. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ക്യാഷ്യർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ബില്ലിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്കും ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. സാലറി വരുന്നത് 15,000 രൂപ വരെയായിരിക്കും. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി വരുന്നത് കൊണ്ടോട്ടിയിലേക്കാണ്. കൊണ്ടോട്ടിയിലേക്ക് അക്കൗണ്ടന്റ് കം അഡ്മിൻ ഓഫീസർ ആയിട്ട് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. BCom അല്ലെങ്കിൽ BBA പാസ്സായിട്ടുള്ള ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. സാലറി വരുന്നത് 7,000 രൂപ മുതൽ 15,000 രൂപ വരെയായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും വേക്കൻസികൾ നമുക്ക് പുതുതായി വന്നിട്ടുള്ള കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് പുതുതായി വന്നിട്ടുള്ള തൊഴിലവസരങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304 92 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹായ് ഹലോ എന്ന് മെസ്സേജ് അയക്കുന്നതിനൊക്കെ പകരം നിങ്ങൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ടൊരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നതായിരിക്കും. അതൊന്ന് ഫില്ല് ചെയ്ത് എനിക്കൊന്ന് റീസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഒട്ടുമിക്ക കാര്യങ്ങൾ എനിക്ക് അറിയാൻ കഴിയുകയും അതിനനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും കഴിയും. വേക്കൻസികൾ അവൈലബിൾ ആണോ, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരാനും കഴിയും. അപ്പോൾ ആ ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുകയല്ല സ്വീകരിക്കുക. അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബൈ.